പ്രൈസ് ഗോഡ്. നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് കേൾക്കുന്നത് രക്ഷയ്ക്കായുള്ള സുവിശേഷം എന്ന ഒരു വേദഭാഗമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. രക്ഷയ്ക്കായുള്ള സുവിശേഷം ഒന്ന് പറയാമോ? രക്ഷയ്ക്കായുള്ള സുവിശേഷം. നമ്മൾ ഈ ആഴ്ചകളിലെല്ലാം സഭയുടെ ദർശനത്തോട് ചേർത്ത് വെച്ച് നമ്മൾ 3 കാര്യങ്ങൾ: 1, യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുക; 2, ലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കുക; 3, സകല ജനതകളെയും ശിഷ്യരാക്കുക എന്ന ദൈവകൽപ്പനയിൽ നിന്നുകൊണ്ട് വചനം ധ്യാനിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കുക എന്ന വചനം മർക്കോസ് 16:15 പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എന്ന് പറയാമോ? നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പോൾ യേശു പറഞ്ഞ ഒരു കൽപ്പനയാണ് നമ്മൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നുള്ളത്. ഒരു ഒഴിവ് കഴിവുണ്ട്. സൃഷ്ടികളോട് പ്രസംഗിച്ചാൽ മതി. സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം. ഇപ്പോ കല്ലിനോട് പറയണമെന്നില്ല, അല്ലെങ്കിൽ കെട്ടിടത്തോട് പറയണമെന്നില്ല. സൃഷ്ടികളോട് പറഞ്ഞാൽ മതി. ഒന്ന് കൈ കൊടുത്ത് പറയോ? സൃഷ്ടികളോട് പറഞ്ഞാൽ മതി. സകല സൃഷ്ടികളോടും പറഞ്ഞാൽ മതി. പ്രൈസ് ഗോഡ്. ദൈവം സൃഷ്ടിച്ച സകലതിനോടും പറയാം, മനുഷ്യരോട് പറയാം, മൃഗങ്ങളോടും പറയാം, ഒരു കുഴപ്പമില്ല. സൃഷ്ടിയാണ്. മനുഷ്യരോട് പറയാം, പറയണം എന്ന ദൈവകൽപ്പന നമ്മൾ അതിൻ്റെ ആഴം ധ്യാനിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. റോമർ 1:16 ദൈവവചനം നമുക്ക് വായിക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഒന്ന് പറഞ്ഞേ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കുള്ള ദൈവശക്തിയാകുന്നല്ലോ. അപ്പോൾ സുവിശേഷം രക്ഷയ്ക്കുള്ള ദൈവശക്തിയാണ്. സുവിശേഷം പറയുമ്പോൾ ഒരു വ്യക്തി രക്ഷയിലേക്ക് കടന്നു വരും. ആ സുവിശേഷത്തിൽ ഒരു ശക്തി അടങ്ങിയിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ ദൈവശക്തി അനുഭവിക്കുവാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി അധരം തുറന്ന് ഒരാളോട് സുവിശേഷം പറയുക. അത് ദൈവശക്തിയായി നമ്മളിൽ വ്യാപരിക്കും. ആ കേൾക്കുന്നവന് അത് രക്ഷയ്ക്ക് കാരണമാകും. രക്ഷയ്ക്ക് കാരണമാകും. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ലജ്ജിക്കരുത്. പ്രൈസ് ഗോഡ്. അത് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഒരുവനെ കൈപിടിച്ച് കയറ്റും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇവിടെ പറയുക, അത് രക്ഷയ്ക്കുള്ള ദൈവശക്തി ആകുന്നല്ലോ. ഒന്നുകൂടെ പറയാം, സുവിശേഷം രക്ഷയ്ക്കുള്ള ദൈവശക്തി ആകുന്നല്ലോ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇത് വെറുതെ ഈ സുവിശേഷം അങ്ങ് പറയുമ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുമോ? നമ്മൾ പലപ്പോഴും ലജ്ജ കൊണ്ടും പല നമ്മളുടേതായ ചിന്തകൾ കൊണ്ടും ഈ സുവിശേഷം പറയുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറി നിൽക്കും. ഒരു വചനം വായിച്ചാൽ ആ സുവിശേഷം കൊണ്ട് രക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ ഹൃദയം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 കൊരിന്ത്യർ 1:21 നമുക്ക് വായിക്കാം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ചേർന്ന് നമ്മൾ ആ വചനം വായിക്കാം. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ലോകം അതിൻ്റെ ജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞില്ല. നോക്ക്, ലോകം എന്ത് ചെയ്തു? അതിൻ്റെ ജ്ഞാനത്താൽ, ലോകത്തിൻ്റെ വഴികളാൽ വലിയ വലിയ
ജ്ഞാനം എന്ന് വിളിക്കുന്ന പല കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഒരുപാട് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നു, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, പല ജോഗ്രഫി, അതായത് ഭൂമിയെ പറ്റി പലതും പഠിക്കുന്നു, ഗ്രഹങ്ങളെ പറ്റി പലതും പഠിക്കുന്നു, എങ്ങനെ നന്നായി പെരുമാറാം എന്നുള്ളതിനെ പറ്റി പഠിക്കുന്നു, ബുദ്ധിയെ പറ്റി പഠിക്കുന്നു. അങ്ങനെ ഒരുപാട് ലോകത്തിലെ ജ്ഞാനം കൊണ്ട് അവർ ചെയ്തത് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ, ലോകം അതിൻ്റെ ജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞില്ല. ഇതുകൊണ്ടൊന്നും അവർക്ക് ദൈവത്തെ അറിയാൻ കഴിഞ്ഞില്ല. വലിയതെന്ന് അവർ വിചാരിക്കുന്ന, വലിയതെന്ന് ലോകം കാണുന്ന വലിയ ഉന്നതമായ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് കഴിഞ്ഞ് PhD, അത് കഴിഞ്ഞ് വലിയ 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 പദവികൾ, ഇതിലൂടെ ഒന്നും ദൈവത്തെ അവർക്ക് അറിയുവാൻ സാധിച്ചില്ല. ലോകത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തെ തിരിച്ചറിയുവാൻ ആർക്കും സാധിച്ചില്ല. ചിലർ ജോലിയിൽ വളരെ സ്കിൽഡാണ്, വളരെ സ്കില്ലായി അവർക്ക് ജോലി ചെയ്യാൻ അറിയാം. ചിലർ പഠിക്കുന്ന വിഷയങ്ങളിൽ അവർ വളരെ തീക്ഷ്ണതയിൽ പഠിക്കുന്നു. ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് പറയുവാൻ കഴിയും. ഈ ലോകജ്ഞാനം മുഴുവൻ ഉണ്ടായിട്ടും അവർക്ക് ദൈവത്തെ അറിയുവാൻ സാധിച്ചില്ല. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതിലെല്ലാം അവർ സമയം കൊടുത്തു, അധ്വാനം കൊടുത്തു, എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്തെയോ അവന്റെ ഹൃദയത്തെയോ അറിയുവാൻ അവർ തുനിഞ്ഞില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു എന്നാണ് ആ വചനത്തിന് രണ്ടാം ഭാഗം വായിക്കാം. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ ആയപ്പോൾ ദൈവം ചെയ്ത കാര്യം, നിങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അധ്വാനിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണല്ലോ, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ദൈവത്തെ അറിയുവാൻ സാധിക്കുകയില്ല. ദൈവം ഒരു കാര്യം ചെയ്തു, പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ വിശ്വസിക്കുന്നവരെ അങ്ങ് രക്ഷിച്ചു. പ്രസംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ ഭോഷത്വമായി തോന്നാം. മൈക്ക് എടുത്തിട്ടോ മൈക്കില്ലാതെയോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലരൊക്കെ പറയും, ഒരു പണിയില്ലേ ഇതേ വഴിയിൽ നിന്ന് വിളിച്ചു പറയണ കണ്ടില്ലേ, ഇവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇത് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ, ഒരു ഭോഷത്വമാണെന്ന് ലോകത്തിന് തോന്നാം, എന്നാൽ ആ ഭോഷത്വത്താൽ അത് കേട്ട് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആ ഭോഷത്വമെന്ന് തോന്നുന്ന വചനങ്ങളെ അത് കേട്ട് വിശ്വസിക്കുന്നവർക്ക് മരണത്തിൽ നിന്ന് അവൻ നിത്യജീവനിലേക്ക് വഴിയൊരുക്കി. അവരുടെ ജീവിതത്തിന്റെ നിർജീവമായ അവസ്ഥകളിൽ അത് വിശ്വസിച്ചു എന്നതുകൊണ്ട് അവർ ജീവൻ നൽകുന്ന അവസ്ഥകളിലേക്ക് വന്നു. മനുഷ്യന്റെ പ്രയത്നത്താലല്ല, വിശ്വാസത്താലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. മനുഷ്യന്റെ ഇന്റലക്ട് കൊണ്ടല്ല. നമ്മൾ ഈ വചനം വായിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഇൻഫോർമേഷൻ തലയിൽ കുത്തി നിറച്ചത് കൊണ്ടല്ല ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത്. നീ ഒരു വചനം, ആ വചനം വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ആ വചനത്തിന് നീ വില കൊടുക്കുമെങ്കിൽ, ആ വചനം സത്യ ദൈവ വചനമെന്ന് നീ ഹൃദയത്തിൽ ഏറ്റെടുക്കുമെങ്കിൽ, അത് നിനക്ക് രക്ഷയ്ക്കായുള്ള വാതിലുകൾ തുറക്കും. ഒന്ന് നമ്മൾ തിരിച്ചറിയണം, എന്തിൽ നിന്നാണ് നമ്മൾ ഈ രക്ഷ പ്രാപിക്കുന്നത്? നമ്മൾ ഇത്രയും നേരം കേട്ടു, സുവിശേഷം പറയുമ്പോൾ രക്ഷ പ്രാപിക്കും, സുവിശേഷം പറയുമ്പോൾ രക്ഷയുടെ വാതിൽ തുറക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കിടക്കും. എന്തിൽ നിന്നാണ് ഈ രക്ഷ പ്രാപിക്കുന്നത്? ഇത് ആദ്യം നമ്മൾ വ്യക്തതയോടെ കാണണം. പ്രൈസ് ഗോഡ്. നോക്ക്, ലോകത്തിലുള്ള എല്ലാവരും, ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ലോക വഴികളിൽ നടന്നവരായിരുന്നു. അവർ ലോകത്തിന്റെ പരിജ്ഞാന പ്രകാരം സഞ്ചരിച്ചവരായിരുന്നു, ലോകത്തിന്റെ ചിന്തകൾ പ്രകാരം ജീവിച്ചവരായിരുന്നു, ദൈവത്തെ അന്വേഷിക്കാതെ അവന് മഹത്വം കൊടുക്കാതെ നടന്നവരായിരുന്നു നമ്മളെല്ലാവരും. അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ പുസ്തകത്തിൽ ദൈവം എഴുതി വച്ചിരിക്കുന്നത് മരണയോഗ്യർ എന്നാണ്. പ്രൈസ് ഗോഡ്. ഈ ഗവൺമെന്റ് ചിലപ്പോ അവർക്ക് ഡെത്ത് വാറന്റ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, എന്നാൽ ദൈവത്തിന്റെ പരിജ്ഞാനം സ്വീകരിക്കാത്തവർ, ദൈവവചനം സ്വീകരിക്കാത്തവർ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ആ വചനം നമുക്ക് വായിക്കാം, അപ്പോൾ അത് വ്യക്തമാകും. റോമർ 1:28.
ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിനോ തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. സ്തോത്രം. നോക്ക്, ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തെ ധരിക്കുവാൻ അവർക്ക് ഇഷ്ടമല്ല. ദൈവത്തെ ധരിക്കുവാൻ, ദൈവത്തിന്റെ പരിജ്ഞാനത്തെ സ്വീകരിക്കുവാൻ, അദൃശ്യമായ ദൈവത്തിന്റെ ഈ സൃഷ്ടികളെ നോക്കി ഇതിന് പിന്നിൽ അദൃശ്യമായ ഒരു ദൈവമുണ്ട്, ആത്മാവാകുന്ന ഒരു ദൈവമുണ്ട്, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്നെ വഴി നടത്തുന്നത്, അതൊന്നും ആ പരിജ്ഞാനത്തിലേക്ക് വരുവാൻ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, സ്തോത്രം, ഇവിടെ പറയുക ദൈവത്തെ പരിജ്ഞാനം ധരിക്കാൻ ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ട് ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിലേക്ക് വിട്ടുകളഞ്ഞു. ദൈവത്തെ അന്വേഷിക്കാത്തവർ, പരിജ്ഞാനത്തിലേക്ക് വരാത്തവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. വചനം പറയുന്നു, ഈ ലോകം നോക്കിയാൽ തന്നെ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് ആർക്കും മനസ്സിലാക്കാം. വേണമെങ്കിൽ അത് അന്വേഷിച്ചാൽ അത് മനസ്സിലാക്കാം, കണ്ടെത്താം. അങ്ങനെയൊന്നും ദൈവ പരിജ്ഞാനത്തിലേക്ക് വരാത്തവരെ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിന്റെ ആ സംരക്ഷണം അങ്ങ് മാറും. ദൈവത്തിന്റെ ജ്ഞാനത്തെ അവർ അന്വേഷിക്കുന്നില്ല. ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിലേക്ക് വിട്ടുകളയും. നികൃഷ്ട ബുദ്ധി എന്ന് പറഞ്ഞാൽ ദുഷ്ടന്റെ ബുദ്ധി. ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിയാണെന്ന് അവർക്ക് തോന്നും. ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ജ്ഞാനികളെന്ന് അവർക്ക് തോന്നും. കാരണം ലോകം പലതിലും പിശാചിന്റെ അടിമത്തത്തിലായിരിക്കുന്നത്. അപ്പോൾ ആ നികൃഷ്ട ബുദ്ധിയിലേക്ക് അവരെ അങ്ങ് വിട്ടുകളയുമ്പോൾ അവർക്കുണ്ടാകുന്ന സ്വഭാവങ്ങളാണ് പിന്നത്തെ വചനങ്ങളിൽ പറയുന്നത്. 21 സ്വഭാവങ്ങൾ പറയുന്നുണ്ട് തൊട്ടടുത്ത വചനങ്ങൾ. വേഗത്തിൽ വായിക്കാം. അവർ സകല അനീതിയും ദുഷ്ടതയും, നോക്ക്, അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹം, ശ്രദ്ധിച്ച് പതുക്കെ വായിക്കാം. ഈ നികൃഷ്ട ബുദ്ധിയിലേക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സംഭവിക്കുന്നത്, അവർക്ക് അത്യാഗ്രഹമുള്ളവരാകും. അവർ ദൈവനീതിയൊന്നും അന്വേഷിക്കില്ല, അവരുടെ ഇഷ്ടത്തിന് അവർ പെരുമാറും. അടുത്തത് ദുർബുദ്ധി. എന്ത് കാര്യത്തിനും അവരുടേതായ ഒരു ബുദ്ധി, ദൈവത്തിന്റെ പരിജ്ഞാനമൊന്നും നോക്കിയല്ല അവർ ഒന്നും ചെയ്യുന്നത്. അടുത്തത് അസൂയ അവർക്കുണ്ടാകും. വേറൊരുത്തൻ നന്നാവുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവന് നന്മ ഭവിക്കുമ്പോൾ ഉള്ളത്തിൽ ഒരു അസൂയ ഈ വ്യക്തികൾക്കുണ്ടാകും. കൊലപാതകം, ഉള്ളത്തിൽ ദേഷ്യം, വെറുപ്പ് വെക്കുന്നത് കൊലപാതകമാണ്. ഇനി ശരിക്കുള്ള നേരിട്ടുള്ള കൊലപാതകങ്ങളും ഉണ്ടാകാം. അടുത്തത് പിണക്കം വെക്കുന്ന സ്വഭാവം. കാപട്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാത്തത് പെരുമാറും. നല്ല ചിരിച്ചൊക്കെ കാണിക്കും. ഉള്ളത്തിൽ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. നല്ല ഭംഗിയായി അഭിനയിക്കും എന്ന് ചുരുക്കം. കാപട്യം കാണിക്കുക, അതായത് നിന്റെ ഉള്ളത്തിലുള്ള നേര് അല്ലാതെ നീ നിന്റെ മുഖഭാവങ്ങളോ സംസാരമോ ചെയ്യുക. അടുത്തത് ദുശീലം, കുരളക്കാർ, ഏഷണി, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ടം എന്ന് പറഞ്ഞാൽ അറിയാം, പ്രൈഡ്, ഞാനാണ് എന്നുള്ള ആ ഒരു ഭാവമുള്ളവർ. ആത്മപ്രശംസ, ഞാനിത് ഇങ്ങനെ ചെയ്തു കേട്ടോ, ഞാനാ ഇത് ചെയ്തത്, ഞാൻ ഇങ്ങനെ ചെയ്തു തന്നു, ഇത് ഞാനാ ചെയ്തത്, ആ അദ്ദേഹത്തിന്റെ പേര് വരണം, ഇത് ഞാൻ ചെയ്തു എന്ന് പറയുവാനുള്ള ഒരു വാക്കുകൾ. പുതുദോഷം സങ്കല്പിക്കുന്നവർ, പുതിയ ദോഷം. മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, മാതാപിതാക്കന്മാരെ അനുസരിക്കില്ല, ബുദ്ധിഹീനർ, അവിശ്വസ്തർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, ഹൃദയത്തിൽ ഒരു പരമാർത്ഥതയില്ല, സ്നേഹമില്ല, കനിവില്ല, കരുണയില്ല, ഇങ്ങനെയുള്ള നികൃഷ്ട ബുദ്ധി, ഇങ്ങനെയുള്ളവരെ എത്രയോ അധികം നമുക്ക് കാണാം. നികൃഷ്ട ബുദ്ധി എന്ന ദൈവം വിളിക്കുന്നത്. അടുത്ത വചനം ഞാൻ വായിക്കാം. അവിടെ പറയുക, ഇപ്രകാരം പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരാണ് എന്ന ദൈവകൽപ്പന അവർ അറിഞ്ഞിട്ടും അവ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നവർ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മരണയോഗ്യരാണ്. എന്ന് പറഞ്ഞാൽ ദൈവം അവരെ നോക്കി യു ആർ ഗോയിങ് ടു ബി കിൽഡ്, ഡെത്ത് സെന്റൻസ് ആ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഗവൺമെന്റ് അങ്ങനെ കൊടുക്കുമോ? ഇതിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾക്ക് കൊടുക്കുമോ? ഒരു ശിക്ഷയും ഇല്ല. അസൂയ വന്നാൽ, ആത്മപ്രശംസ ചെയ്താലും, കാപട്യം കാണിച്ചാലും, ഈ പറഞ്ഞ 21 കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ.
അത് രക്ഷിക്കപ്പെടാത്തവരുടെ സ്വഭാവത്തിന്റെ ഒരു പട്ടികയാണ്. കാരണം ദൈവത്തിന്റെ ജ്ഞാനത്തെ, പ്രസംഗത്തിന്റെ ഭോഷത്വമായ പ്രസംഗം, പക്ഷെ അതിലുള്ള വചനങ്ങളെ, അതിനുള്ള സത്യത്തെ അവർ വിശ്വസിച്ച് ഏറ്റെടുത്തില്ല. ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ സത്യവചനത്തെ അവർ വിശ്വസിച്ച് ഏറ്റെടുത്തില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ദൈവം എന്ത് ചെയ്തു? അവരെ നികൃഷ്ട ബുദ്ധിക്ക് വിട്ടുകൊടുത്തു. അവരിൽ ഈ സ്വഭാവങ്ങളെല്ലാം ഉണ്ടായി. അവർ മരണയോഗ്യരെന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുക. ഇത് മനസ്സിലായാലേ സുവിശേഷത്തിന്റെ പ്രസക്തി മനസ്സിലാവുകയുള്ളൂ. ഹല്ലേലൂയ. നോക്ക്, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീ ചിന്തിക്കുകയാണ് എനിക്ക് ഒരു വിഷയവുമില്ല, പിന്നെ നിനക്ക് വൈദ്യന്റെ ആവശ്യമില്ല. ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. നീ ചിന്തിക്കുകയാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോ സുവിശേഷം കേട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നവന് രക്ഷയിലേക്ക് വരുവാൻ വലിയ പ്രയാസമാണ്. എന്നാൽ നീ തിരിച്ചറിയണം, ദൈവസന്നിധിയിൽ നീ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും സ്വഭാവമൊക്കെ നിന്നിൽ ഉണ്ടെങ്കിൽ നീ മരണയോഗ്യനെന്ന ദൈവം പറയുന്നത്. നിന്നെ ആ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുത്തേണ്ടതുണ്ട്. ആ മരണത്തിന്റെ പിടിയിൽ നിന്ന് നീ പുറത്തു വരണം. നോക്ക്, ആദ്യം നീ മനസ്സിലാക്കണം, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് ഇതിൽ നിന്ന് പുറത്തു വരിക സാധ്യമല്ല. ഇത് ദുഷ്ടന്റെ ഒരു പ്രവൃത്തിയാണ്. ഈ ലോകത്തെ വാഴുന്ന ഒരു ദുഷ്ടനുണ്ട്. അവന്റെ അനേകം പ്രവൃത്തികൾ ഈ ലോകത്തിൽ നടക്കുന്നു. ആ മരണത്തിന്റെ പിടിയിൽ നിന്ന് എനിക്ക് ജീവനിലേക്ക് കടക്കണം. ആ അന്ധകാരത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് എനിക്ക് പ്രകാശത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ദുഷ്ടന്റെ പ്രവണതകളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കണം. പാപത്തിന്റെ പിടിയിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് എനിക്കൊരു ജയം ലഭിക്കണം. അപ്പോഴാണ് സുവിശേഷത്തിന്റെ പ്രസക്തി നിനക്ക് മനസ്സിലാകുന്നത്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നത് ആ സുവിശേഷം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നോക്ക്, സുവിശേഷം എന്നാൽ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. യേശു എന്റെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്ത് വേദന സഹിച്ച് എന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം സ്വയം ഏറ്റെടുത്തു. എന്റെ രോഗങ്ങളെ യേശു ക്രൂശിൽ വഹിച്ചു. എന്റെ ശാപങ്ങൾ യേശു ക്രിസ്തു ക്രൂശിൽ ചുമന്നു. എന്റെ പാപങ്ങളുടെ വിടുതലിന് വേണ്ടി അവൻ രക്തമൊഴുക്കി. യേശുവിന്റെ രക്തത്തിന്റെ വില കൊടുത്ത് എന്നെ വീണ്ടെടുത്തു. ദുഷ്ടന്റെ പിടിയിൽ നിന്ന്, മരണത്തിന്റെ പാശത്തിൽ നിന്ന് യേശുവിന്റെ രക്തത്തിന്റെ വില കൊടുത്ത് എന്നെ അവൻ പിടിച്ചെടുത്തു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ അതിന്റെ പേര് രക്ഷ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇതങ്ങ് വിശ്വസിച്ചാൽ മതിയോ? മതി. എന്നാൽ നീ തിരിച്ചറിയണം, ഈ പറഞ്ഞ കാര്യങ്ങൾ നീ വിശ്വസിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്ക്. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, പിന്നെ നിന്റെ കരം പാപത്തിലേക്ക് നീളില്ല. എങ്ങനെ അറിയാം നീ ഇത് വിശ്വസിക്കുന്നോന്ന്? ഞാൻ അതരം കൊണ്ട് എത്ര തവണ വേണമെങ്കിൽ പറയാം. പാസ്റ്റർ എത്ര തവണ പറയണം? 50 തവണ പറയണോ? ഒന്ന് എഴുതി തന്നാൽ മതി, ഞാൻ അത് 50 തവണ ഇപ്പൊ തന്നെ പറയാം. നോ, അതല്ല വിശ്വാസം. നീ അത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നീ രക്ഷ പ്രാപിക്കും. വിശ്വസിക്കുന്നെങ്കിൽ നീ രക്ഷ പ്രാപിക്കും. നീ വിശ്വസിക്കുന്നെങ്കിൽ നീ എങ്ങനെയായിരിക്കും നിന്റെ ഹൃദയം എന്നറിയോ? എനിക്ക് വേണ്ടി എന്റെ അരുമനാഥൻ ഭൂമിയിലേക്ക് വന്നു. എനിക്ക് വേണ്ടി പാപമേൽക്കാത്തവൻ വേദന സഹിച്ചു. എന്റെ പാപത്തിന്റെ ശിക്ഷ ഒരുവൻ ഏറ്റെടുത്തു. എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ക്രൂശിൽ എനിക്ക് വേണ്ടി രക്തം വാർത്ത് മരിച്ചു. ഇത് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ കൈകൾ വിറച്ച് പറയും, കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു, ഞാൻ ഇനി പാപം ചെയ്യുകയില്ല, ഞാൻ അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, എന്താണ് അങ്ങ് പറയുന്നത് ഞാൻ അത് അനുസരിക്കും, കാരണം എനിക്ക് വേണ്ടി ത്യാഗമേറ്റവൻ, അവനെ ഞാൻ ഇനി വേദനിപ്പിക്കില്ല. ഇങ്ങനെയാണ് നീ ഇത് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് തിരിച്ചറിയുക. ഞാനിതൊക്കെ എപ്പോഴേ വിശ്വസിച്ചതാ പാസ്റ്റർ, 20 കൊല്ലം മുന്നേ വിശ്വസിച്ച്, ഇപ്പോഴും പാപത്തിലാണ്. വിശ്വസിച്ചിട്ടില്ല.
നീ ഇപ്പോഴും പാപത്തിന്റെ സ്വാധീനത്തിലാ. നീ വിശ്വസിച്ച് ഏറ്റെടുത്തിട്ടില്ല. കർത്താവിനറിയാം നീ വിശ്വസിച്ചോ ഇല്ലയോ എന്ന്. വിശ്വാസം നിന്നിൽ നിന്നൊരു പ്രവൃത്തി വെളിപ്പെടുത്തും. ഹല്ലേലൂയ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നീ വിശ്വസിച്ചു എന്ന് പറയുകയും നീ വചനം അനുസരിക്കുകയും വചനം അനുസരിക്കുന്നില്ലെങ്കിൽ നീ വിശ്വസിച്ചിട്ടില്ല. നീ ഇതിങ്ങനെ കേൾക്കുക ഒരു ഇൻഫർമേഷൻ പോലെ. നല്ല കാര്യം, ഇന്ന് നന്നായിട്ട് പ്രസംഗിച്ചുട്ടോ. എന്തിനാണാവോ കുറെ ഓഡിയോ ഒക്കെ ഇടണ്ടായിരുന്നത്? അത് സാരില്ല, പോട്ടെ, കുറച്ച് സൗണ്ട് കൂടിയെന്നുള്ള, എന്നാലും കുഴപ്പമില്ല, നല്ല പ്രസംഗമായിരുന്നു. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ യേശു ക്രൂശിന്മേൽ മരിച്ചു എന്ന്. എന്തിനാന്ന് അറിയില്ല, എനിക്ക് മനസ്സിലായി കാര്യം. ഓക്കെ. ഇതിന്റെ പേരാണ് അറിവ് നേടുക എന്നത്. ലോകത്തിലുള്ളവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ, അറിവ് നേടിക്കൊണ്ടിരിക്കുക. വിശ്വാസം അതല്ല. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതം നീ സമർപ്പിക്കും. എനിക്ക് വേണ്ടി എന്റെ ദൈവം ത്യാഗം അനുഭവിച്ചു, രക്തം വാർന്നു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തെ നീ പൂർണ്ണമായ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ നീ രക്ഷയുടെ അനുഭവം പ്രാപിക്കും. നിന്റെ ഉള്ളത്തിൽ വലിയൊരു സമാധാനം വന്ന് നിറയും. നിന്റെ ഉള്ളത്തിൽ ദൈവനീതി വന്ന് നിറയും. നീ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കിടക്കും. നീ നിത്യമായ നരകത്തിൽ പോകേണ്ടിയിരുന്ന നീ ഒരുവൻ ചെയ്ത യാഗം കൊണ്ട് നീ ജീവനിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നോക്ക്, ഈ രക്ഷ നൽകുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്കോ നിന്റെ വഴിപാടുകൾക്കോ നിന്റെ അധ്വാനത്തിനോ സാധ്യമല്ല. തിരിച്ചറിയണം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ല രക്ഷ പ്രാപിക്കുന്നത്. രക്ഷ പ്രാപിക്കുന്നത് നീ ക്രിസ്തു ചെയ്തതിൽ വിശ്വസിച്ചു എന്നതുകൊണ്ടാണ്. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.